ചെർപ്പശ്ശേരിയിലെ എല്ലാ ബസ് സർവീസുകളും മെയ് 30 മുതൽ പുതിയ സ്റ്റാൻഡിൽ നിന്ന് മാത്രം. ടൗണിലെ ഗതാഗത കുരുക്ക് കണക്കിലെടുത്ത് ചൊവ്വാഴ്ച ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. നിലവിലെ ഗതാഗത പരിഷ്കരണം പൂർണ്ണമായും പിൻവലിക്കും. ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് പഴയ ബസ് സ്റ്റാൻഡ് അടച്ചതോടെയാണ് ചെർപ്പശ്ശേരിയിലെ ഗതാഗത സംവിധാനത്തിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയത്. എന്നാൽ പ്രതീക്ഷിച്ച പോലെ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ടൗണിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനും ഇത് ഇടവരുത്തി. ഇതേ തുടർന്നാണ് വീണ്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഇതനുസരിച്ച് മെയ് 30 മുതൽ ചെർപ്പശ്ശേരിയിലെ എല്ലാ ബസ് സർവീസുകളും പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും നടക്കുക. എല്ലാ ബസ്സുകളും യാത്ര അവസാനിപ്പിക്കേണ്ടതും യാത്ര തുടങ്ങേണ്ടതും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മാത്രമായിരിക്കും. പഴയ ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും അടച്ചിടാനും ഇവിടെ സ്റ്റോപ്പ് മാത്രമായി ചുരുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കൂടുതൽ സമയം വെയിറ്റിംഗ് വേണ്ടിവരുന്ന ബസ്സുകൾക്ക് പുത്തനാൽക്കൽ കാളപ്പറമ്പ് ഉപയോഗിക്കാനുള്ള സംവിധാനവും ക്ഷേത്രം അധികൃതരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ബസ് ജീവനക്കാരും ഓട്ടോ തൊഴിലാളികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പുതിയ തീരുമാനങ്ങളുമായി പൊതുജനങ്ങളും ബസ് തൊഴിലാളികളും സഹകരിക്കണമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ, വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ എന്നിവർ അഭ്യർത്ഥിച്ചു. വളരെ അധികം ജനങ്ങളുടെ ജനപിന്തുണയോട് കൂടി നടപ്പിലാക്കിയിട്ടുള്ളത്. എങ്കിലും ഇവിടെയായിട്ട് ചെറിയ പോരായ്മകൾ നേരിട്ടതിൻ്റെ ഫലമായിട്ടാണ് വീണ്ടും ആളുകൾക്ക്, ജനങ്ങൾക്ക്, യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ബസ് തൊഴിലാളികൾക്കും മറ്റു ഓട്ടോ തൊഴിലാളികൾക്കും എല്ലാവരുടെയും ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് വീണ്ടും അത് ചർച്ച ചെയ്ത് 1-2 പരിഷ്കരണങ്ങൾ വീണ്ടും നടപ്പിലാക്കിയിരുന്നു. അതും ഫലപ്രദമായി വിജയിച്ചില്ല. അതിനെ തുടർന്നാണ് വീണ്ടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ഇന്ന് നടന്നിട്ടുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡ് കൊണ്ട് ഇനി മുതൽ അവിടെ ആയിരിക്കും എല്ലാ ബസ്സുകളും സർവീസ്. വെയിറ്റിംഗ് എല്ലാം ഇവിടേക്ക് മാറ്റിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ ഭാഗത്തു നിന്ന് വരുന്നതും, അത് പാലക്കാട്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, ഒറ്റപ്പാലം, പട്ടാമ്പി ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന അവിടെ നിന്ന് ആയിരിക്കണം സർവീസ് ഇനി മുതൽ 30-ാം തീയതി സർവീസ് നടത്തേണ്ടത്. പുതിയ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് ഈ സംവിധാനം നമ്മുടെ നിലവിലുള്ളതാണ്. പുതിയ ബസ് സ്റ്റാൻഡ് അപ്പോൾ എല്ലാ ബസ്സുകളും അവിടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ, ആ യാത്രക്കാർക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യം. പട്ടാമ്പി, കൊപ്പം, അതുപോലെ തന്നെ ഷൊർണൂർ, മുണ്ടക്കുറിശ്ശി, നിലയം, റൂച്ചൊക്കെ വരുന്ന യാത്രക്കാർക്ക് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ നിൽക്കാം. അപ്പോൾ കുറേ യാത്രക്കാർ അവിടെ നിന്ന് ആ തിരക്ക് മാറിക്കിട്ടും. ബാക്കിയെല്ലാ യാത്രക്കാർക്ക് എവിടെ ഉണ്ടോ, ഒറ്റപ്പാലം റോഡിന് പോകുന്ന യാത്രക്കാർക്ക് ആ ഒറ്റപ്പാലം റോഡിൽ തന്നെ വണ്ടി കിട്ടും. ബാക്കി പാലക്കാട് നിന്ന്, പെരിന്തൽമണ്ണയിൽ നിന്ന്, മണ്ണാർക്കാട് നിന്ന് വരുന്ന ബസ്സുകൾക്ക് തികച്ചും പുതിയ സ്റ്റാൻഡിൽ വരും. എല്ലാ വണ്ടികളും അവിടെ വരും. ആകെയുള്ള പ്രശ്നം ഇപ്പം നിലവിൽ വണ്ടികൾ എങ്ങനെ നിർത്തും, അല്ലെങ്കിൽ ബാഹുല്യം എങ്ങനെ വരും എന്നുള്ളതാണ് അവർക്കുള്ളൊരു പ്രയാസം. അതിനൊപ്പം നേരത്തെ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പറഞ്ഞ പോലെ തന്നെ അതിനു വേണ്ടിയിട്ട് പുത്തനാകാവിലെ ദേവസ്വത്തിൻ്റെ കാളപ്പറമ്പ് എന്നുള്ള ഗ്രൗണ്ട് നമ്മൾ അവരുടെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വളരെ സൗകര്യമായിട്ട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് വെയിറ്റിംഗിലുള്ളത് അവിടെ പാർക്ക് ചെയ്യാം, എടുത്തു പോവുകയും ചെയ്യാം. പോകേണ്ട സമയമാകുമ്പോൾ സ്റ്റാൻഡിൽ വന്ന് ആളുകൾ എടുത്ത് വെയിറ്റിംഗ് ഉള്ള ബസ്സുകളുടെ സർവീസിലുള്ള ബസ്സുകൾ ഈ കാളപ്പറമ്പിൽ നിൽക്കാവുന്നതാണ്. ചെർപ്പശ്ശേരിയിൽ പുതിയ ട്രാഫിക് യൂണിറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തിയതായി ചെർപ്പശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ കവിരാജ് അറിയിച്ചതായും നഗരസഭാ അധികൃതർ അറിയിച്ചു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.